ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതും അധികം ആരും കഴിച്ചിട്ടില്ലാത്തതുമായ ഒരു വെറൈറ്റി ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ പരീക്ഷിക്കാനും വിരുന്നുകാരും ഒക്കെ ഞെട്ടിപ്പിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ അതിന് പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്തായാലും നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോൾ സമയം കളയാതെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മളറിയാവുന്ന പോലെ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവോള അത്യാവശ്യം വലിയ സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. സവോളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് ഒരല്പം വെളുത്തുള്ളിയും അല്പം ഇഞ്ചിയും ഇട്ട് കൊടുക്കണം. ഇനി നമ്മളതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് വാടി വരണം. ഒരുപാട് ഫ്രൈ ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അത് അടി പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാ ഇപ്പം നമ്മുടെ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരല്പം മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ആ സമയത്ത് നമുക്ക് വാഴയില എടുക്കാം. വാഴയില ഞാനൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ മസാല എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സമയത്ത് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട ഞാനിവിടെ ഹാഫാക്കിയിട്ടുണ്ട്. ഹാഫാക്കി 2 പീസും കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഇച്ചിരി മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു തക്കാളി കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. ഇതാ ഇതുപോലെ. ഇനി 2 സൈഡും മടക്കിയെടുക്കണം. നമ്മുടെ പൊതിച്ചോറൊക്കെ കിട്ടത്തില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുക. മസാലയൊന്നും വെളിയിൽ പോകാത്ത രീതിയിൽ നമ്മൾ ഒന്ന് കെട്ടിയും കൂടെ വെക്കുക. ഇത് നൂലൊന്നുമല്ല കേട്ടോ. നമ്മുടെ ആ വാഴയിലയിൽ നിന്ന് തന്നെ ഞാൻ കീറിയെടുത്തതാണ് കേട്ടോ ഈ വള്ളി. കണ്ടോ, അതിൻ്റെ അറ്റം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഞാനിവിടെ മൊത്തത്തിൽ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ വലുത് 2 കണ്ടോ, അത് ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ചെറുത് 2 ഞാൻ ഹാഫ് വെച്ചിട്ടാണ് കവർ ചെയ്തേക്കുന്നത്. അങ്ങനെ 3 മുട്ട ഞാൻ 4 ആക്കിയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു തവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഞാനൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ. ഞാനിപ്പോൾ ഇതിവിടെ 4 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കണം. മറുവശവും കൂടെ അതേപോലെ തന്നെ. നമ്മുടെ മുട്ടയും നമ്മൾ പുഴുങ്ങിയെടുത്തതാണ്. പിന്നെ മസാലയൊക്കെ നമ്മൾ വേവിച്ച് ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ട് ഫ്രൈ ആവാൻ നിൽക്കണ്ട. ഇതാ നമുക്കൊന്നുകൂടെയും തുറന്ന് നോക്കാം. മറുവശവും ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം. അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂടി വെച്ച് വേവിക്കണ്ട കേട്ടോ. ഇനി തുറന്ന് വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി.
തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ കരിമീനൊക്കെ നമ്മൾ വാഴയിലയിൽ പൊള്ളിക്കുന്നത് ഒത്തിരി കേട്ടിട്ടുണ്ടാവും. പക്ഷേ മുട്ട ഇങ്ങനെ വാഴയിലയിൽ പൊള്ളിക്കുന്നത് അധികം കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്കും ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു സസ്പെൻസ് ആയിരിക്കും. കാരണം അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊരു കാര്യം. വിരുന്നുകാർക്കൊക്കെ ഒരു കിടിലൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ നമ്മുടെ മുട്ട പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പതുക്കെ തുറന്ന് നോക്കാം. കണ്ടോ, വാഴയിലയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൊതിച്ചോറിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട്. കണ്ടോ നമ്മുടെ മുട്ട പൊള്ളിച്ചത്. ഇപ്പോൾ ആ തക്കാളിയുടെ ആ ഒരു ചെറിയൊരു പുളിപ്പുമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.